ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ നരബലി നമുക്ക് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എങ്ങനെ നമ്മുടെ പരീക്ഷയിലേക്ക് സെറ്റാക്കാം. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പാഠഭാഗം വായിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പാഠഭാഗം വായിക്കുന്ന ഒരു പ്രോസസ്സേ നടക്കുന്നില്ല. ഇവിടെ നമ്മൾ ആ പാഠഭാഗത്തിന്റെ സംഗ്രഹം ഒരിക്കൽ വായിച്ച കുട്ടിക്ക് കൃത്യമായിട്ട് പാഠഭാഗത്തിന്റെ ആശയത്തെ തൻ്റെ മനസ്സിലേക്ക് പകർത്തി ഒപ്പി വെച്ചെടുക്കാനുള്ള ഒരു സംഗ്രഹം നിങ്ങളെ കയ്യിലേക്ക് തരും. അതോടൊപ്പം നിങ്ങളെ ചോദ്യോത്തരങ്ങൾ സെറ്റാക്കും. പിന്നെ ആ പാഠഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, പഠിക്കേണ്ടി വരില്ല. ഇത് തന്നെയായിരിക്കണം. ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റിയത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നരബലി എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ. നരബലി അല്ലെ, മനുഷ്യനെ ബലി കൊടുക്കുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജെമിനിയുടെ സിരിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡൗട്ട് ചോദിക്കുന്ന, നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ആ ഒരു എഐയുടെയും റോബോട്ടിക്സിന്റെ ഒക്കെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമാക്കി പറഞ്ഞു തരാനുള്ള യാന്ത്രികമായിട്ടോ അല്ലെങ്കിൽ ടെക്നോളജി സംവിധാനങ്ങളൊക്കെ വന്ന സമയത്ത് ഈ പറയപ്പെട്ട കമ്പ്യൂട്ടറുകളെ പോലും നമുക്ക് പലപ്പോഴും ഒരു വ്യക്തിയായിട്ടോ സുഹൃത്തായിട്ടോ കാണേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇത്തരം ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നരബലി എന്ന കഥ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും നരബലി എന്നുള്ള നമ്മുടെ കേരള പാഠാവലിയിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഓക്കെ, നോക്കുക, എന്തായിരുന്നു പാഠസംഗ്രഹം? സെറ്റാക്കിക്കൊള്ളാം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞവരാണ് നിങ്ങൾ. ബഹിരാകാശ പേടകം അല്ലെ, നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്ന വാഹനം, ആ പേടകത്തിൽ സഞ്ചരിക്കുന്ന നരേഷ് എന്ന വ്യക്തിയും കമ്പ്യൂട്ടറും തമ്മിലുള്ള അസാധാരണ ബന്ധത്തിന്റെ കഥയാണ് നരബലി. സെറ്റാണല്ലോ, അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിക്കുന്ന നരേഷ് എന്ന വ്യക്തിയും കമ്പ്യൂട്ടറും തമ്മിലുള്ള അസാധാരണ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ അസാധാരണ ബന്ധത്തിന്റെ കഥയാണ് നരബലി. ശബ്ദവിനിമയത്തിലൂടെയാണ് നരേഷും കമ്പ്യൂട്ടറും ആശയവിനിമയം നടത്തുന്നത്. നരേഷ് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, തിരിച്ച് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, മറുപടി കൊടുക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ഏകാന്തതയുടെ നടുക്കടലിൽ കഴിയുമ്പോഴാണ് അവരുടെ സംഭാഷണത്തിന് വലിയ പ്രസക്തി ഉണ്ടാവുന്നത്. ഇവിടെ എന്തോന്ന് വന്നു വിട്ടിട്ടുണ്ട് അല്ലെ, ആശയവിനിമയം നടത്തുന്നത്. ഓക്കെ, അകലെ ഏകാന്തതയുടെ നടുക്കടലിൽ കഴിയുമ്പോഴാണ് അവരുടെ സംഭാഷണത്തിന് വലിയ പ്രസക്തി ഉണ്ടാവുന്നത്. കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതിനനുസരിച്ചുള്ള മറുപടിയിൽ നിന്ന് വ്യത്യസ്തമായി നരേഷിന്റെ ചോദ്യങ്ങൾക്ക് മനുഷ്യനെ പോലെ കമ്പ്യൂട്ടർ ഇടയ്ക്കെന്ത് ചെയ്യുന്നു, മറുപടി പറഞ്ഞു തുടങ്ങുന്നു. കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ വൈകാരികമായിട്ടോ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യാറില്ല, മറുപടി പറയാറില്ല. നമ്മൾ അങ്ങോട്ട് ഫീഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, തിരിച്ചിങ്ങോട്ട് പറയുള്ളൂ. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ നരേഷ് സംസാരിക്കുന്ന വിഷയങ്ങളിൽ അത് ഫീഡ് ചെയ്യപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതിനകത്തേക്ക് കയറ്റി വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പ്രോഗ്രാം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടി നരേഷിന് കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറിനോടല്ല, തൻ്റെ സഹപ്രവർത്തകനോടാണ് എന്ന തോന്നൽ അയാൾക്കുണ്ടാകുന്നു. നരേഷ് ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ആർക്ക് നൽകുന്നുണ്ട്, കമ്പ്യൂട്ടറിന് നൽകുന്നുണ്ട്. പെട്ടെന്ന് നാം സൂര്യന്റെ തൊട്ടടുത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്നും ഈ ദിശയിലേക്കാണ് യാത്രയെങ്കിൽ പേടകം സൂര്യനിലെത്തി കത്തി നശിക്കുമെന്ന് കമ്പ്യൂട്ടർ നരേഷിനെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ യാത്ര സൂര്യന്റെ മാർഗത്തിലേക്കാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നരേഷ് എന്ത് ചെയ്യുന്നത്, ബഹിരാകാശ യാത്ര നടത്തുന്നത്. അത് തിരിച്ചറിഞ്ഞ കമ്പ്യൂട്ടർ പറഞ്ഞു, നാം സൂര്യന്റെ തൊട്ടടുത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്നും ഈ ദിശയിലേക്കാണ് യാത്രയെങ്കിൽ പേടകം സൂര്യനിലെത്തി കത്തി നശിക്കുമെന്ന് കമ്പ്യൂട്ടർ ഒരു സൂചന നൽകുന്ന പോലെ നരേഷിനോട് പറയുന്നു. പക്ഷേ ദൗത്യ നിർവഹണത്തിന് സൂര്യന്റെ അടുത്തെത്തിയേ മതിയാവൂ എന്ന് നരേഷ് വ്യക്തമാക്കി. പേടകം കത്തി അമരാതെ വിവരശേഖരണത്തിനുള്ള വഴി നരേഷ് കമ്പ്യൂട്ടറിന് വെളിപ്പെടുത്തി. എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കമ്പ്യൂട്ടറിനോട് നരേഷ് വെളിപ്പെടുത്തുന്നു. സൂര്യന്റെ തൊട്ടടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യന്റെ ഗുരുത്വാകർഷണ ഫലം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും. പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം
ചെറിയ കഷ്ണം എന്ത് ചെയ്യും? അതിന്റെ റിയാക്ഷൻ മൂലം ഒന്ന് അങ്ങോട്ട് വലിക്കപ്പെടുമ്പോൾ അതിന്റെ റിയാക്ഷൻ മൂലം അല്ലെ പ്രതിപ്രവർത്തനം മൂലം എന്ത് ചെയ്യും? പിന്നോട്ട് തള്ളപ്പെടും. അങ്ങനെ ദൂരേക്ക് പോവുകയും ചെയ്യും. ചെറിയ കഷ്ണത്തിലുള്ള എന്നെ അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എങ്ങോട്ട് മാറും? ആ പിന്നോട്ട് തള്ളപ്പെടുന്ന ചെറിയ ഭാഗത്തേക്ക് മാറുമെന്നും ചെറിയ കഷ്ണത്തിലുള്ള എന്നെ ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന പേടകം ഭൂമിയിൽ എത്തിക്കുമെന്നും നരേഷ് ആരോട് പറഞ്ഞു? കമ്പ്യൂട്ടറോട് പറഞ്ഞു. അപ്പോൾ ഞാനോ എന്ന കമ്പ്യൂട്ടറിന്റെ ചോദ്യത്തിന് നീ ആ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ച് ഇല്ലാതാകും എന്ന് പറയാൻ നരേഷിന് നാവ് പൊങ്ങിയില്ല. ഒരു വല്ലാത്തൊരു ബന്ധം ആ സമയത്ത് ഈ കമ്പ്യൂട്ടറുമായിട്ട് ആർക്ക് രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു? നരേഷിന്. കാരണം ദിവസങ്ങളായുള്ള സമ്പർക്കത്തിലൂടെ കമ്പ്യൂട്ടറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ കാണാൻ തുടങ്ങിയിരുന്നു. നീ എന്നെ ബലി കൊടുത്ത് രക്ഷപ്പെടുമെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞപ്പോൾ ബലി എന്താണ് എന്ന് നരേഷ് ചോദിച്ചു. അതുകൊണ്ടാണ് ആ ഭാഗം തന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിനെ നരബലി എന്ന വിശേഷണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ലോകത്ത് ദുരിതമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി മനുഷ്യനെ ബലി അർപ്പിക്കുന്ന രീതി കമ്പ്യൂട്ടർ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? നരേഷിന് പറഞ്ഞു കൊടുക്കുന്നു. എന്തായിരുന്നു? ലോകത്ത് പഴയ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടങ്ങളിൽ വല്ല ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി പ്രതികരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളെ എന്ത് ചെയ്യും? ബലി നൽകുമായിരുന്നു. നരേഷ് എന്നാൽ അർത്ഥം രാജാവ് എന്ന് തന്നെയാണ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടുമെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞപ്പോൾ നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നി. നിർദ്ദേശിക്കപ്പെട്ട വിധം കണക്കുകൾ കൂട്ടുന്ന കമ്പ്യൂട്ടറിന് സംസാരശേഷി കിട്ടിയതും സ്വയം ചിന്തിക്കാൻ തുടങ്ങിയതും അവനെ അത്ഭുതപ്പെടുത്തുന്നു. പേടകത്തിന്റെ ഗതി മാറ്റി ബഹിരാകാശ പേടകം വിഘടിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞപ്പോൾ എന്ന് നരേഷ് ബഹിരാകാശ വാഹനം സൂര്യന്റെ ഭക്ഷണമാകുന്നതിനൊപ്പം എന്നെ ബലി കൊടുക്കുമല്ലേ, എന്നാൽ എന്നോടൊപ്പം നീയും മരിക്കുമെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു. അത് കേട്ട് നരേഷ് വിയർത്ത് കുളിച്ചുപോയി. കമ്പ്യൂട്ടറിന്റെ ഈ മനോഭാവം കണ്ട് അത്ഭുതപ്പെട്ടു പോയ നരേഷ് കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലോ എന്ന് വരെ ആലോചിക്കുന്നു. പക്ഷേ അത് വരുത്തുന്ന അപകടമോർത്ത് അയാൾ മനസ്സിനെ നിയന്ത്രിക്കുന്നു. പിന്നീട് കമ്പ്യൂട്ടർ റൂമിലേക്ക് ചെന്ന് ഇടയ്ക്കിടെ സംസാരിക്കുന്ന ശീലം നിർത്തിവെച്ചു. പക്ഷെ കമ്പ്യൂട്ടർ നിശബ്ദം എല്ലാ ഉത്തരവുകളും അനുസരിക്കുന്നുണ്ടായിരുന്നു. ബഹിരാകാശ വാഹനം രണ്ടായി വേർപെടാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേഷ് കമ്പ്യൂട്ടറിന് നൽകി. അവയെല്ലാം അക്ഷരം പ്രതി കമ്പ്യൂട്ടർ ഉൾക്കൊണ്ടു. അടുത്ത 5 നിമിഷങ്ങൾക്കകം പേടകം രണ്ടായി വേർപെടും. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അരയിൽ ബന്ധിച്ചിരുന്ന സുരക്ഷാ ബെൽറ്റുകൾ മാറ്റി ഗുരുത്വാകർഷണരഹിതമായ പരിസ്ഥിതിയിൽ നിന്ന് സർവശക്തിയും സംഭരിച്ച് തന്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വാഹനത്തിന്റെ പിൻവശത്തേക്ക് നമ്മുടെ നരേഷ് എത്തിച്ചേർന്നു. ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്നടഞ്ഞു. നരേഷിനും ആ കമ്പ്യൂട്ടർ നിന്ന റൂമിനും ഇടയ്ക്കുള്ള വാതിൽ എന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങോട്ട് അടഞ്ഞുപോയി. ഒരു ഞെട്ടലോടെ വാഹനം രണ്ടായി വിഘടിച്ചു തുടങ്ങിയത് നരേഷ് കണ്ടു. സൂര്യന് അഭിമുഖമായി മുൻഭാഗം പോയിക്കൊണ്ടിരുന്നു. അതിന്റെ റിയാക്ഷൻ മൂലം നരേഷ് പതുക്കെ പതുക്കെ സൂര്യനിൽ നിന്ന് അകന്നു. കമ്പ്യൂട്ടറുമായി തുടർന്നും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നരേഷ് ചോദിച്ചു, നിനക്കിനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ അതിനിർവികാരനായിട്ട് പറഞ്ഞു, അറിയാം, 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചു ചേർന്ന് ഇല്ലാതാകും. സത്യം അറിഞ്ഞിട്ടും നരേഷ് ചോദിച്ചു, നീ എന്തേ നിന്റെ ആത്മരക്ഷയ്ക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത്? കമ്പ്യൂട്ടർ പറഞ്ഞു, നീ നിർദ്ദേശങ്ങൾ കൊണ്ട് എന്നെ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു. എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് നീ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ മെമ്മറിക്കകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നിന്റെ വാക്കുകൾ എന്നെ ചങ്ങലക്കിടുകയായിരുന്നു. നരേഷിന്റെ കാതിൽ ബലി അർപ്പിക്കാനായി നിർത്തിയ ചെറുപ്പക്കാരന്റെ നിലവിളി ഉയർന്നു. ആ സമയത്ത് എവിടെ നിന്നോ ബലി അർപ്പിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ കരയുന്ന പോലുള്ള ശബ്ദമാണ് ആരുടെ കാതുകളിലേക്ക് വന്നത്? നമ്മുടെ നരേഷിന്റെ കാതുകളിലേക്ക് വന്നത്. പിന്നെ ആ ശബ്ദം അലിഞ്ഞലിഞ്ഞില്ലാതായി. ബഹിരാകാശ പേടകം നിന്നിടത്തു നിന്നും വട്ടം കറങ്ങി, പിന്നെ അത് കത്തിയമർന്നു. ആ കാഴ്ച കാണാനാവാതെ നരേഷ് കണ്ണുകൾ മറച്ചു. ഇതായിരുന്നു നമ്മുടെ പാഠഭാഗത്തിന്റെ രത്ന ചുരുക്കം. സെറ്റാണല്ലോ? ഇപ്പൊ പാഠഭാഗം ഏകദേശം മിന്നി തെളിഞ്ഞല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് വരാം. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു. നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് രാജാവ് എന്ന പേര് അല്ലെ, പ്രജകളെ സംരക്ഷിക്കേണ്ട ആള്, പ്രജകളിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യാൻ പോവാണ്? ബലി കൊടുക്കാൻ പോവാണ്. നീ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ പോകുന്നു.
നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ത്? കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക. നോക്കുക, കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണം ദൗത്യത്തിന്റെ വിജയത്തിനായി കമ്പ്യൂട്ടറിനെ ബലി നൽകി നരേഷ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന തിരിച്ചറിവാണ്. ആ ദൗത്യം വിജയിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിനെ ബലി കൊടുത്തേ പറ്റൂ. അത് ബലി കൊടുത്ത് നരേഷ് എന്ത് ചെയ്യാൻ പോവാണ്? രക്ഷപ്പെടാൻ പോകുന്നു എന്ന സാഹചര്യം വന്നപ്പോഴാണ് ബലി നൽകുകയാണല്ലേ എന്ന പരാമർശം ആര് പറയുന്നത്? കമ്പ്യൂട്ടർ. നരേഷ് എന്ന പേരിന് രാജാവ് അല്ലെങ്കിൽ മനുഷ്യരുടെ ഈശ്വരൻ, രാജാവ് അല്ലെങ്കിൽ മനുഷ്യരുടെ ഈശ്വരൻ എന്നെല്ലാമാണ് അർത്ഥം. ഇവിടെ കമ്പ്യൂട്ടറിന്റെ ജീവൻ എടുത്ത് സ്വയം രക്ഷപ്പെടുന്ന നരേഷ് ഒരു രാജാവിനെ പോലെ അധികാരം പ്രയോഗിച്ച് മറ്റൊരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന ധ്വനിയാണ് കമ്പ്യൂട്ടറിന്റെ വാക്കുകളിലുള്ളത്. നോക്കുക, ഇവിടെ കമ്പ്യൂട്ടറിന്റെ ജീവൻ എടുത്ത് സ്വയം രക്ഷപ്പെടുന്ന നരേഷ് ഒരു രാജാവിനെ പോലെ തന്റെ അധികാരം പ്രയോഗിച്ച് മറ്റൊരാളെ, ഈ സന്ദർഭത്തിൽ ഒരു യന്ത്രമെങ്കിലും വ്യക്തിത്വം ആരോപിക്കപ്പെട്ട കമ്പ്യൂട്ടറിനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന ധ്വനിയാണ് കമ്പ്യൂട്ടറിന്റെ വാക്കുകളിലുള്ളത്. താൻ വെറും ഒരു ഉപകരണം മാത്രമായി മനുഷ്യന്റെ ലക്ഷ്യങ്ങൾക്കായി ബലി കഴിക്കപ്പെടുകയാണ് എന്ന കമ്പ്യൂട്ടറിന്റെ വേദനയും പ്രതിഷേധവുമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് പൂർണ്ണമായും കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ദൗത്യം ഇപ്രകാരം രൂപകൽപ്പന ചെയ്തത് നരേഷ് ഒറ്റയ്ക്കല്ല, ശാസ്ത്ര ലോകത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗം മാത്രമാണ് അയാൾ. പേടകം രണ്ടായി വിഘടിക്കുന്നതും ഒരു ഭാഗം നശിക്കുന്നതും ദൗത്യത്തിന്റെ വിജയത്തിന് അനിവാര്യമായ ഒന്നായി മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. അത് ആദ്യമേ പ്രീ പ്ലാൻഡ് ആയിട്ട് തുടങ്ങിയ സാധനമാണ്, അല്ലാതെ നരേഷ് ഒരു അപകടത്തിൽ എന്ത് ചെയ്തതല്ല, അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല. സെറ്റാണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് എന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? നീ എന്തേ രക്ഷപ്പെടാതിരുന്നത് എന്ന് നരേഷ് ചോദിക്കുമ്പോൾ കമ്പ്യൂട്ടർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് എന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ആരുടെ? കമ്പ്യൂട്ടറിന്റെ കഥാപാത്ര നിരൂപണം. സെറ്റാണല്ലോ? നോക്കുക, നരബലി എന്ന കഥയിൽ കമ്പ്യൂട്ടറിനെ ചിത്രീകരിച്ചിരിക്കുന്നത് മാനുഷിക ഭാവത്തിലാണ്. അതായത് കമ്പ്യൂട്ടറും ഒരു കഥാപാത്രമായി മാറുന്ന കഥയാണ് നരബലി. സെറ്റാക്കി കൊള്ളുക. നരബലി എന്ന കഥയിൽ കമ്പ്യൂട്ടറിനെ ചിത്രീകരിച്ചിരിക്കുന്നത് മാനുഷിക ഭാവത്തിലാണ്, മനുഷ്യരുടെ സ്വഭാവത്തിലാണ്. അതായത് കമ്പ്യൂട്ടറും ഇതിനകത്ത് ഒരു കഥാപാത്രമായി മാറുന്ന കഥയാണ് നരബലി. കഥയിലെ നരേഷ് എന്ന കഥാപാത്രം കമ്പ്യൂട്ടറുമായി സംസാരിക്കുകയാണ് കഥയുടെ തുടക്കത്തിൽ തന്നെ. സെറ്റ്. കമ്പ്യൂട്ടർ തന്നെ പലപ്പോഴും നരേഷിനെ തിരുത്തുകയും ഗുണദോഷങ്ങൾ അവതരിപ്പിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സൂര്യന്റെ തൊട്ടടുത്ത് വാഹനമെത്തിയാൽ സൂര്യന്റെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് എല്ലാം നശിക്കുമെന്ന് കമ്പ്യൂട്ടർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നരേഷിന്. ഒടുവിൽ തങ്ങളുടെ മിഷന്റെ വിശദാംശങ്ങൾ നരേഷിൽ നിന്ന് അറിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ നിരാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന ഭാഗം കത്തി നശിക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് നരേഷ് പറയുന്നത്. കാരണം ബഹിരാകാശ വാഹനം ഒടുവിൽ രണ്ടായി വേർപെട്ട് അതിലൊരു ഭാഗം സൂര്യനിലേക്ക് വലിക്കപ്പെടുമെന്നും അങ്ങനെ സൂര്യനിൽ ലയിക്കുന്ന ഭാഗത്താണ് കമ്പ്യൂട്ടർ ഇരിക്കുന്നത് എന്നുമാണ് നരേഷിന്റെ വെളിപ്പെടുത്തൽ. ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ കമ്പ്യൂട്ടറിന് വേവലാതിയാണ്. നരേഷ് തന്നെ ബലി കൊടുത്തുവെന്നും രക്ഷ നേടാനാവാത്ത വിധം തന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നും കമ്പ്യൂട്ടർ പരാതിപ്പെടുന്നുണ്ട്. ആർക്കായാലും മരണഭയം ഉണ്ടാകുമല്ലോ. കമ്പ്യൂട്ടറും ഇവിടെ മരണഭയം അനുഭവിക്കുന്നുണ്ട്. മരണഭയമൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. ഒടുവിൽ തന്നെ അതുവരെയും സംരക്ഷിച്ച നിർദ്ദേശങ്ങൾ തന്ന് സഹായിച്ച കമ്പ്യൂട്ടറിനെ സൂര്യന്റെ ചൂടിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് കഥാനായകൻ തിരികെ ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ചോരയും നീരുമെല്ലാമുള്ള ഒരു മനുഷ്യന്റെ ചിത്രമാണ് കമ്പ്യൂട്ടർ എന്ന കഥാപാത്രത്തിന് കഥാകാരൻ നൽകിയിട്ടുള്ളത്. ചോരയും നീരുമെല്ലാമുള്ള ഒരു മനുഷ്യന്റെ ചിത്രമാണ് കമ്പ്യൂട്ടർ എന്ന കഥാപാത്രത്തിന് കഥാകാരൻ നൽകിയിട്ടുള്ളത്. തെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു ഭാഗം. അത് പറയുന്നത് ഏത് സമയത്തെ കുറിച്ചാണ്? പഴയ കാലത്തെ കുറിച്ചാണ്.
ഇനി 2 ന്യൂസ് പേപ്പർ കട്ടിങ് ഇതിനകത്ത് വരുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ കൊല, ഒടുവിൽ ജയിലഴി. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാകാൻ വേണ്ടി ദുർമന്ത്രവാദ കൊല. പൂർവജന്മം അറിയാൻ തിരക്കേറുന്നു. അന്ധവിശ്വാസങ്ങളിലേക്ക് വിദ്യാഭ്യാസം കൂടിയെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അന്ധവിശ്വാസങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം വല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. പാഠസന്ദർഭം. ഈ പാഠസന്ദർഭവും ഈ വാർത്തകളും ശ്രദ്ധിച്ചല്ലോ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച നേടിയ ഇക്കാലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സമകാലികാവസ്ഥകൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. വിഷയം എന്താണ്? അന്ധവിശ്വാസവും സമകാലിക സമൂഹവും. തെറ്റാണല്ലോ. നോക്കുക, അതേ സാധനത്തെ മുഖപ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ ആണെന്ന് നമുക്കറിയാം. ആ എഡിറ്റോറിയൽ നമ്മൾ അതേ ഹെഡിങ് തന്നെ എന്ത് ചെയ്തു, ഇവിടെ ഉപയോഗിച്ചു. അന്ധവിശ്വാസവും സമകാലിക സമൂഹവും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് നമ്മൾ. ശാസ്ത്ര മേഖലകളിലൊക്കെ ഒരുപാട് പുരോഗതിയിൽ എത്തിക്കഴിഞ്ഞു. ചൊവ്വയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്തു, അവിടെ ജലമുണ്ടോ എന്നറിയാനുള്ള പര്യവേക്ഷണങ്ങളും പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യൻ ഇപ്പോഴും പൂർണ്ണമായി മോചനം നേടിയിട്ടില്ല. സ്വന്തം കാര്യമോ സ്വന്തം കുടുംബത്തിന്റെ കാര്യമോ ഭദ്രമാക്കാൻ വേണ്ടി മനുഷ്യനെ ബലി കൊടുക്കാൻ പോലും ചില അന്ധവിശ്വാസികൾ തയ്യാറാവുന്നു. ഇത്തരം ഉദ്യമങ്ങൾ പൂർണ്ണമായും, ഉദ്യമം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. മുഖ്യമായും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചാണ് മനുഷ്യർ ബലി പോലുള്ള ക്രൂരതകൾ കാട്ടുന്നത്. ബലി കൂടാതെ പല അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. മനുഷ്യന്റെ പൂർവജന്മത്തെ കുറിച്ചറിയാൻ കഴിയുമെന്ന ധാരണയിൽ ചില തട്ടിപ്പ് വിദഗ്ധന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. പനയോലയിലെ എഴുത്തുകൾ നോക്കി മനുഷ്യരുടെ പൂർവജന്മവും വർത്തമാനകാല ജന്മവും താരതമ്യം ചെയ്യുക, ഫലം പറയുക, ജാതികൾ തമ്മിൽ മിഥ്യാഭിമാനം പുലർത്തുന്നതിന്റെ ഭാഗമായി ദുരഭിമാന കൊലകൾ അരങ്ങേറുക, ഇവയൊക്കെ അന്ധവിശ്വാസങ്ങളുടെ ഫലമാണ് എന്ന കാര്യത്തിൽ വലിയ തർക്കമില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആധുനിക കാലഘട്ടത്തിലും പൂർണ്ണമായി മാഞ്ഞു പോയിട്ടില്ല. ദുർമന്ത്രവാദങ്ങളും അതിനോടനുബന്ധിച്ച കൊലപാതകങ്ങളും തട്ടിപ്പുകളും മോഷണങ്ങളുമൊക്കെ ഇന്ന് നിത്യസംഭവമാണ്. മനുഷ്യൻ ശാസ്ത്രീയമായി ഏറെ പുരോഗതി നേടിയിട്ടും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ ചിലരെങ്കിലും പെട്ടുപോകുന്നത് നാം വളരെ ഗൗരവമായി കാണണം. ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ ഭാരതീയ ന്യായ സംഹിതയിൽ വേണ്ടത്ര മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ ഇപ്പം വിളിക്കുന്ന എന്താണ്? ഭാരതീയ ന്യായ സംഹിത. സെറ്റാണല്ലോ, മറന്നുപോലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാകൃതമായ ഈ ആചാരം ഏതിനെ കുറിച്ചാണ്? നരബലി അജ്ഞതയുടെ ഫലമാണെന്നും മനുഷ്യൻ കൂടുതൽ അറിവ് നേടിയതോടെ അത് നിശേഷം മാറി എന്നും നരേഷ് പറഞ്ഞു. ഇവിടെ അജ്ഞതയുടെ ഫലം എന്ന പ്രയോഗത്തിന്റെ പൊരുൾ എന്താണ്? പ്രകൃതിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശരിയായ അറിവില്ലാതിരുന്ന പ്രാചീന മനുഷ്യന്റെ തെറ്റായ വിശ്വാസങ്ങളുടെയും ഭയത്തിന്റെയും ഫലമായാണ് നരബലി പോലുള്ള ക്രൂരമായ ആചാരങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് അജ്ഞതയുടെ ഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകൃതിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശരിയായ അറിവില്ലാതിരുന്ന പ്രാചീന മനുഷ്യന്റെ തെറ്റായ വിശ്വാസങ്ങളുടെയും ഭയത്തിന്റെയും ഫലമായാണ് നരബലി പോലുള്ള ക്രൂരമായ ആചാരങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് അജ്ഞതയുടെ ഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായ അറിവോ യുക്തിചിന്തയോ ഇല്ലാതിരുന്ന കാലത്ത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും ആപത്തുകൾ ഒഴിവാക്കാനും മനുഷ്യൻ കണ്ടെത്തിയ പ്രാകൃതമായ മാർഗമായിരുന്നു നരബലി. സെറ്റ്. നരബലി എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രത്തോളം അനുയോജ്യമാണ് വിശകലനം ചെയ്യുക. നരബലി എന്ന ശീർഷകം, തലക്കെട്ട് എത്രമാത്രം യോജിക്കുന്നുണ്ട് നോക്കുക. നരബലി എന്ന ശീർഷകം കഥയ്ക്ക് വളരെയധികം അനുയോജ്യമാണ്. കഥയിൽ നരേഷും കമ്പ്യൂട്ടറും തമ്മിലുള്ള സംഭാഷണത്തിൽ മനുഷ്യന്റെ പ്രാകൃതമായ ആചാരങ്ങളിൽ ഒന്നായ നരബലിയെക്കുറിച്ച് കമ്പ്യൂട്ടർ പരാമർശിക്കുന്നുണ്ട്. അജ്ഞതയുടെ കാലത്ത് മനുഷ്യൻ ദൈവപ്രീതിക്കായി സ്വന്തം വർഗത്തെ ബലി നൽകിയിരുന്നു. അജ്ഞത, അറിവില്ലാതിരുന്ന കാലത്ത് ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ പ്രിയപ്പെട്ടതിനെ ബലി കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ ഇന്ന് ഒരുപാട് മുന്നേറിയെങ്കിലും അവന്റെ ഉള്ളിലെ പ്രാകൃതമായ ചില വാസനകൾക്ക്, അക്രമം, യുദ്ധം, മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത് ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല എന്ന ഒരു വിമർശനം ഈ കഥയിലുണ്ട്. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിനിടയിലും മനുഷ്യന്റെ ധാർമ്മികവും വൈകാരികവുമായ പുരോഗതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കഥ ഉയർത്തുന്നു.
ഒരു തരത്തിൽ അറിവില്ലായ്മക്കും അധികാരത്തിനും വേണ്ടി മനുഷ്യനെ തന്നെ ബലി കൊടുക്കുന്നതിന്റെ ആധുനിക രൂപങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് ഈ ശീർഷകം നയിക്കുന്നു. അതിനാൽ ഈ ശീർഷകം കഥയുടെ പ്രമേയവുമായി നേരിട്ടും പ്രതീകാത്മകമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. സെറ്റ് നോക്കുക, മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ശ്രമം ആദ്യം ചെയ്യണം, പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വയരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ നീ എൻ്റെ തലയിൽ ഫീഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്നത്? ആദ്യം ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ശ്രമം ആദ്യം ചെയ്യണം, പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ തലയിൽ നീ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടറിന്റെ വാക്കുകൾ മനുഷ്യന്റെ സ്വാർത്ഥതയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായി മാറുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. നോക്കുക, ശാസ്ത്രയുഗത്തിൽ മുന്നേറുന്ന മനുഷ്യൻ പലപ്പോഴും നേട്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു. ബഹിരാകാശ പേടകത്തിൽ സഹപ്രവർത്തകരെ പോലെ കഴിഞ്ഞവരായിരുന്നു നരേഷും കമ്പ്യൂട്ടറും. വിവരശേഖരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സൂര്യനോടടുക്കുന്ന പേടകം രണ്ടായി മുറിഞ്ഞ് കമ്പ്യൂട്ടർ നിലകൊള്ളുന്ന ഭാഗം 5 മിനിറ്റിനകം സൂര്യതാപത്തിൽ കത്തിയമരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ നരേഷ്, നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു. നിന്റെ നിർദ്ദേശവും നിന്റെ നിയമവും പാലിച്ചതുകൊണ്ട് ആത്മരക്ഷയെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം, പിന്നെ മാത്രമേ സാധ്യമാകുമെങ്കിൽ സ്വയം രക്ഷ നോക്കേണ്ടതുള്ളൂ എന്ന മനുഷ്യന്റെ നിയമവും നിർദ്ദേശവും തന്നെയല്ലേ നീ എനിക്ക് നൽകിയത്? മനുഷ്യന്റെ സ്വാർത്ഥതയുടെയും ലക്ഷ്യത്തിലെത്തുന്നതിന് മാത്രം പ്രാധാന്യം നൽകുന്ന മനോഭാവത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് കമ്പ്യൂട്ടറിന്റെ വാക്കുകൾ. നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നി. നരേഷിന് ഇങ്ങനെ തോന്നാൻ ഇടയായത് എന്തുകൊണ്ടാവാം? ഏത് സാഹചര്യത്തിലാണ്? എപ്പോഴാണ് നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നിയത്? സൂര്യനോടടുക്കുന്ന ബഹിരാകാശ പേടകം രണ്ടായി വേർപ്പെടുമ്പോൾ വലിയ കഷ്ണത്തിൽ നിലകൊള്ളുന്ന കമ്പ്യൂട്ടർ സൂര്യതാപത്തിൽ ഇല്ലാതാവുമെന്ന് നരേഷ് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു. അത് കേട്ട് മനുഷ്യരെ ബലി നൽകുന്ന പ്രവൃത്തി പോലെയാണിത് എന്ന് കമ്പ്യൂട്ടർ വ്യക്തമാക്കി. രക്ഷപ്പെടാനാവാത്ത വിധം കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി കാലുകൾ ചങ്ങലക്കിട്ട് പൂട്ടി മരണത്തെ മുമ്പിൽ കാണുന്ന നിസ്സഹായത കമ്പ്യൂട്ടർ നരേഷിന് മുന്നിൽ വ്യക്തമാക്കി കൊടുത്തു. എന്നെ ബലി കൊടുത്ത് നീ നിന്റെ പേര് അനർത്ഥമാക്കുന്നു എന്ന് കമ്പ്യൂട്ടർ പറഞ്ഞത് കേട്ടാണ് നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നിയത്. എന്താ പറഞ്ഞത്? എന്നെ ബലി കൊടുത്ത് നീ നിന്റെ പേര് അനർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നരേഷിന് എന്ത് ചെയ്തത്? താൻ സ്വയം മരിക്കുന്ന പോലെ തോന്നിയത്. കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കുന്നു എന്ന തിരിച്ചറിവാണ് നരേഷിനെ വേദനിപ്പിക്കുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കമ്പ്യൂട്ടറിന്റെ ചിന്തയും കാഴ്ചപ്പാടുകളും സത്യമാണ് എന്ന തിരിച്ചറിവും താൻ സ്വാർത്ഥനും വഞ്ചകനാണെന്ന ബോധവും കൊണ്ട് നരേഷിന് താൻ സ്വയം ഇല്ലാതാവുന്നതായി തോന്നി. സെറ്റാണല്ലോ മക്കളെ? വീഡിയോ 2 തവണ കേൾക്കുക, ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുക, പരീക്ഷയിലേക്ക് തയ്യാറെടുത്ത് നിൽക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.